അവൻ ജീവനോടെ ഇരിക്കുന്നത് എനിക്കെന്നായാലും ആപത്താ. ഞാനാ കൊല ചെയ്തില്ലെങ്കിൽ അവൻ എന്നെ കൊല്ലും. എനിക്കുറപ്പാത്. മാഡത്തിന്റെ ജീവിതം മുഴുവൻ ഈ കൊല്ലും തന്നെയാണല്ലേ? എനിക്ക് അത്ഭുതം അതല്ല, ആ വീട്ടിൽ നിന്നുകൊണ്ട് മാഡം ഇത്രയൊക്കെ കാണിച്ചിട്ടും അവിടുത്തെ കിഴങ്ങന്മാർക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോന്നാ. ആ, മറ്റൊരർത്ഥത്തിൽ അത് തന്നെ മാഡത്തിന്റെ വിജയവും. ആ അർച്ചനയൊക്കെ ആണെങ്കിൽ മാഡത്തിനെ കുറിച്ച് കുറെയൊക്കെ അറിയാം. എന്നിട്ടും അവളെന്താ അത് സ്വന്തം ഭർത്താവിനോടും പറയാത്തെ? ഭയം. അവൾ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ ആ വീട്ടിൽ ആരെങ്കിലും ഞാൻ തീർക്കുമെന്ന് അവൾക്കറിയാം. അർച്ചനയുടെ ആ ഭയത്തിൽ ചവിട്ടി നിന്നാ ഞാൻ കളിക്കുന്നെ. പിന്നെ ഓവർ സ്മാർട്ട്നെസ്. ആ വീട്ടിലെ ആരുടെയും ദേഹത്തൊരു പോറൽ പോലും വീഴ്ത്താതെ എന്നെ തോൽപ്പിക്കാമെന്നും ശിക്ഷിക്കാമെന്നുള്ള അവളുടെ മുൻവിധിയിൽ നിന്നുള്ള ഓവർ സ്മാർട്ട്നെസ്. പക്ഷേ എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട്, അർച്ചന ഇനി അധികം കാലം ഭയപ്പെടുത്തി നിർത്താനാവില്ല. പ്രതീക്ഷിക്കാത്ത നേരത്ത് അവളത് പൊളിച്ചെടുക്കും. അതുകൊണ്ട് അനഘയുടെ വിവാഹം നടന്നാലുടൻ ഞാൻ തന്നെ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ചില ക്രിയകളൊക്കെ ഉണ്ട് നെല്ലിശ്ശേരി വീട്ടിൽ. അത് ഞാൻ നടത്തും. അനഘയുടെ വിവാഹം കഴിഞ്ഞാലുടൻ ക്രിയയോ? അതെന്ത് ക്രിയ? അവിടെയുള്ളതിന്റെ എല്ലാം ശേഷക്രിയ. പിന്നെ നീ പറഞ്ഞതുപോലെ കിഴങ്ങനും പൊട്ടനൊന്നും അല്ല നെല്ലിശ്ശേരിയിലുള്ളവന്മാര്. ഏട്ടത്തിയായും അമ്മയായും വാത്സല്യം വാരിക്കോരി കൊടുത്തിട്ടുണ്ട് പണ്ട്. അതുകൊണ്ട് ആ അന്ധതയിൽ, ആ വിശ്വാസത്തിൽ ചെറിയ കള്ളങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നേ ഉള്ളൂ. നീ എന്തായാലും അന്വേഷണം നിർത്തണ്ട. ഒറ്റയ്ക്ക് വേഷം മാറിയുള്ള അന്വേഷണം നിർത്തിയിട്ട് കുറച്ചുപേരെ വിളിച്ച് കൂടെ നിർത്ത്. എന്നിട്ട് മൊത്തത്തിലൊന്ന് തപ്പ്. ഒന്നും പറ്റിയില്ലെങ്കിൽ ഓടിച്ച് ഈ നാട്ടിലെത്തിക്ക്. കാല് കുത്തുന്ന സമയം ഞാൻ പൊക്കിക്കോളാം. ശരി മാഡം. മാഡം, എന്തായാലും സന്ദീപിന്റെ അനക്കയുടെയും കാര്യങ്ങൾ ശരിയായെന്ന് മാഡം പറഞ്ഞില്ലേ? ആയി. വിവാഹം നിശ്ചയിച്ച് ക്ഷണിച്ചും തുടങ്ങിയല്ലോ. എങ്കിലും എന്റെ ആതിരയുടെയും കാര്യം? നീ എന്നാ ഫോട്ടോയിലുള്ള ആളെ എന്റെ മുന്നിൽ എത്തിക്കുന്നോ അത് കഴിഞ്ഞ് 30 ദിവസത്തിനകം നിന്റെ ആതിരയുടെയും വിവാഹം. അജയന് സന്തോഷായില്ലേ? ഇതിപ്പോ എനിക്കിട്ട് തന്നെ താങ്ങുവാണോ? നീ എവിടെയാടാ? സന്ധ്യ ഡോക്ടർക്ക് എന്താ തോന്നുന്നത്? സന്ദീപ് മനഃപൂർവ്വമായിട്ട് ഇങ്ങനൊരു തീരുമാനം എടുക്കുമെന്നും ആതിരയെ ചതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അർച്ചന പറയുന്ന പോലെ സംശയം എനിക്കുണ്ട്. തീരുമാനം പറഞ്ഞത് സന്ദീപാണെങ്കിലും പറയിപ്പിച്ചത് മറ്റാരോ. അതും ചെറുതല്ലാത്തൊരു കാരണവും അതിന്റെ പിന്നിലുണ്ടാവുമെന്ന് തീർച്ചയാണ്. അതെ, അതവൻ തുറന്നു പറയുന്നുമില്ല. എങ്കിലല്ലേ അതെങ്ങനെ പരിഹരിക്കണമെന്ന് അറിയാൻ പറ്റൂ. അതങ്ങനെ അവൻ പറയില്ല അർച്ചനെ. പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലാവും ചിലപ്പോൾ ബ്ലാക്ക്മെയിലിംഗ്. അവന്റെ അടുത്ത് ഒന്നും ചെയ്തിട്ടല്ല അങ്ങനെ പറഞ്ഞെന്ന് സച്ചേട്ടനെ മുമ്പിൽ വെച്ച് സന്ദീപ് പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും സംശയം തോന്നിയാ സച്ചേട്ടനോട് പറഞ്ഞാലും അത് കാര്യമാക്കില്ല. അതാ ഒരാശ്വാസത്തിന് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നത്. ഇനി വളരെ കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. ആലോചിച്ചിട്ട് എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. നമുക്ക് വിജയ് തന്ന ഡയറി കാണിച്ചിട്ട് എല്ലാം തുറന്നു പറഞ്ഞാലോ? ഇപ്പം അത് ചെയ്യുന്നത് വലിയ മണ്ടത്തരാവും. ചിലപ്പോൾ ഈ വിവാഹം മുടങ്ങിയാലും ആതിരയുടെ കാര്യം എല്ലാവരും അറിയും. അപ്പം ഇതൊക്കെ നേരത്തെ പറയാതിരുന്നതിനും ഇപ്പോൾ അനിയത്തിക്ക് വേണ്ടിയാണ് അർച്ചന ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നും ഇത് നമ്മളെ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെന്ന് വരെ അവന്തിക പറഞ്ഞുണ്ടാക്കിന്ന് വരും. ഈശ്വര, നീ എന്തെയും ഒരു വഴി നീ തന്നെ കാണിച്ചു തരണേ. ഹലോ. ആഹാ, അർച്ചന ഇവിടെ ഉണ്ടായിരുന്നോ? രണ്ടുപേരും ഒരുമിച്ചുണ്ടെങ്കിൽ പിന്നെ സംശയിക്കണ്ട. സംസാര വിഷയം ഞാൻ തന്നെ. ഞാനിപ്പോ വന്ന കാര്യം ആദ്യമേ അങ്ങ് പറയാം. ഞാൻ വന്നപ്പോ നിങ്ങൾ മുടക്കണമെന്ന് പദ്ധതി ഇട്ടോണ്ടിരുന്ന വിവാഹം ഉണ്ടല്ലോ, സന്ദീപിന്റെ അനഘയുടെ വിവാഹം. ആ വിവാഹത്തിന് എന്റെ ആത്മാർത്ഥ കൂട്ടുകാരിയെ ക്ഷണിക്കാനാ വന്നേ. രാവിലെ അങ്ങ് വന്നേക്കണം, മുടക്കാനുള്ള എന്തെങ്കിലും കൊണ്ട്. വലിയ വലിയ സസ്പെൻസുകളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നെ നിരാശപ്പെടുത്തരുത്. അവന്തികെ, നീ വിവാഹം ക്ഷണിക്കാൻ വന്നതല്ലേ?
ആ ലെറ്റർ തന്നിട്ട് പോവാൻ നോക്ക്. ആ നിന്റെ പരിഹാസ വർത്താനം കേൾക്കാൻ തൽക്കാലം ഞങ്ങൾക്ക് സമയമില്ല, താല്പര്യം ഒട്ടുമില്ല. പക്ഷേ പറഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. നീ ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞാലും പറയാനുള്ളത് അവന്തിക പറയും. നിങ്ങള് കേൾക്കുകയും ചെയ്യും. മുന്നേ ഇതുപോലെ വന്ന് ഞാൻ ക്ഷണിച്ചതാ എന്റെ അനിയത്തിയുടെ വിവാഹം. അപ്പൊ ഇവള് നിന്നെയും കൂട്ടുപിടിച്ച് അത് മുടക്കി. എന്റെ അനിയത്തിയുടെ സ്വപ്നങ്ങളെല്ലാം എന്നെ കൊണ്ട് തന്നെ നീയൊക്കെ കൂടി ചവിട്ടി അരപ്പിച്ചു. ഇന്നും എന്റെ മുന്നിലുണ്ട് അനഘയുടെ ആ കരച്ചില്. അന്നവൾ ആർക്കു വേണ്ടിയാണോ കരഞ്ഞത്, ആര് മുഖാന്തിരമാണോ തകർന്നു പോയത്, ആരാണോ അവളെ ചതിച്ചത്, ഇന്ന് അവൻ തന്നെ നിങ്ങളെയും ചതിച്ചു. എന്റെ അനഘയെന്ന് അനുഭവിച്ചതൊക്കെ ഇപ്പൊ ആതിര അനുഭവിച്ചോണ്ടിരിക്കുക. സന്ദീപ് ഇന്ന് നിങ്ങളെയും അന്ന് എന്നെയും ചതിച്ചതുകൊണ്ട് എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നില്ല. കാരണം അവൻ അവന്റെ പാരമ്പര്യ കാണിച്ചത്, നെല്ലിശ്ശേരി കുടുംബത്തിന്റെ പാരമ്പര്യം. സേതുമാധവൻ മുതൽ ഇങ്ങോട്ട് എല്ലാരും ചതിയന്മാരാ. ചതിച്ചും വഞ്ചിച്ചും മാത്രമേ ശീലമുള്ളൂ. അതിപ്പോ സന്ദീപി തുടങ്ങിയൊന്നുമല്ല. അധികം വൈകാതെ അർച്ചനയ്ക്കും മനസ്സിലാവുമല്ല. നമ്മൾ എത്ര മൂടി വെച്ചാലും സ്വന്തം സ്വഭാവം ഒരിക്കൽ പുറത്തു വന്നല്ലേ പറ്റൂ. നീ ഉറപ്പായും വരണേ. ഫാമിലിയായി തന്നെ വരണം. അറിയാലോ, എനിക്ക് ആകെയുള്ളൊരു അനിയത്തിയുടെ വിവാഹം. നീ തലേന്ന് തന്നെ പോരെ, മൈലാഞ്ചി കല്യാണമൊക്കെ കൂടാലോ. ആ നീ നോക്ക്. മാക്സിമം വരാൻ ശ്രമിക്കണം കേട്ടോ. ശരി, ഓക്കെ എന്നാ, ഗുഡ് നൈറ്റ്. എത്ര വിളിച്ചു എന്ന് പറഞ്ഞാലും കുറെ പേര് വിട്ടുപോകും. എന്താ? ഏട്ടത്തിയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോ. അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയാത്തത്. കാരണം പറയാനുള്ളത് സന്ദീപിനെ കുറിച്ചാ. അവന് വേണ്ടി സംസാരിക്കാൻ നമ്മളൊക്കെ അല്ലേ ഉള്ളൂ. സച്ചി, 2 ദിവസം കഴിഞ്ഞ വിവാഹം. അതിന്റെ ഒരു 100 കൂട്ടം തിരക്കിലാ ഞാൻ. സമയത്ത് പലയിടത്തും ഓടി എത്തുന്നില്ല ഞാൻ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം പറയുന്ന ഞാൻ ഉദ്ദേശിച്ചേ. അത് വേറൊന്നുമല്ല ഏട്ടത്തി. ഏട്ടത്തി വിവാഹമായിട്ട് മുന്നോട്ട് പോകരുത്. സന്ദീപിന് ഇഷ്ടമല്ലാത്ത ഒരാളെ അവന്റെ കയ്യിൽ ഏൽപ്പിക്കരുത്. അനഘയെ കുറ്റം പറഞ്ഞതല്ല ഞാൻ. സന്ദീപിന്റെ ഇഷ്ടങ്ങൾ മാനിച്ച് സംസാരിച്ചതാ. അവനും ആതിരയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അറിയാമായിരുന്നിട്ടും ഏട്ടത്തിയെടുത്ത ഈ തീരുമാനം തെറ്റായിപ്പോയെന്ന് ഞാൻ പറയൂ. അതിന് ഞാനെന്ത് തീരുമാനം എടുത്തെന്നാ? തീരുമാനം എടുത്തത് അച്ഛനാ. ഞാനത് നടപ്പിലാക്കാൻ നോക്കുന്നു മാത്രം. പിന്നെ നീ ഇപ്പൊ പറഞ്ഞല്ലോ സന്ദീപിന് ഇഷ്ടമില്ലാത്ത ഒരാളെയാ അവന്റെ കൈ പിടിച്ചേൽപ്പിക്കുന്നതെന്ന്. അവൻ അനക്കെ ഇഷ്ടമല്ലെന്ന് അവൻ നിന്നോട് പറഞ്ഞോ? വേഗം ഈ വിവാഹം നടത്തി തരണമെന്ന് അച്ഛനോട് അവൻ പറഞ്ഞത് നീയും കേട്ടതല്ലേ? അതിനർത്ഥം അവന് ഈ വിവാഹത്തിന് സമ്മതമല്ലെന്നാണോ? അതവൻ മറ്റെന്തോ കാരണം കൊണ്ട്. എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഇഷ്ടമില്ലാത്തൊരു പെണ്ണിനെ ആരെങ്കിലും വിവാഹം കഴിക്കോ? സച്ചി എന്തൊക്കെയാ പറയുന്നേ? ഇതിപ്പോ സച്ചി പറഞ്ഞിട്ട് ഞാൻ പിന്മാറിയാലും അനഘയും സന്ദീപും പിന്മാറുന്ന സച്ചിക്ക് തോന്നുന്നുണ്ടോ? നീ പറഞ്ഞിട്ട് പോലും അവൻ കേൾക്കാത്ത കാര്യം ഇനിയിപ്പോ വേറെ ആര് പറഞ്ഞിട്ട് അവനെ മനസ്സിലാക്കും? ഞാൻ നിന്നോടൊരു കാര്യം പറയാം. ഈ വീട്ടിൽ ഒരുമിച്ച് നല്ലപോലെ കഴിഞ്ഞു വരുന്നവരാ നമ്മള്. പരസ്പരം ഇനിയും മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്നത് വലിയ സങ്കടമുള്ള കാര്യ. അർച്ചന ഈ വീട്ടിലേക്ക് വന്നേൽ പിന്നെയും അർച്ചനയുടെ അനിയത്തി എപ്പോഴോ സന്ദീപിന്റെ ജീവിതത്തിലേക്ക് വന്നേൽ പിന്നെയാണ് നമുക്കിടയിൽ സംസാരം കുറഞ്ഞതും ഇതുപോലുള്ള വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചു തുടങ്ങിയതും. സച്ചിപ്പ എന്റെ മുന്നിൽ നിൽക്കുന്നത് ഭാര്യ സഹോദരിക്ക് വേണ്ടി സംസാരിക്കാനാ. സച്ചി ശരിക്കും സംസാരിക്കേണ്ടതും കൂടെ നിൽക്കേണ്ടതും അനഘയോടൊപ്പമായിരുന്നു. കാരണം നന്ദേട്ടന്റെ അഭാവത്തിൽ ആ സ്ഥാനത്ത് ഒരേട്ടന്റെ സ്ഥാനത്ത് നിൽക്കേണ്ടതും അനഘയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ടതും സച്ചിയായിരുന്നു. അർച്ചനയുടെ വാശിയും ഈ വിവാഹത്തോടുള്ള താല്പര്യമില്ലായ്മയും എനിക്ക് മനസ്സിലാവും. അനഘയെ കൈപിടിച്ചു കൊണ്ടു നടന്ന സച്ചിയും കൂടെ അവളോട് ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോഴാ സങ്കടം വരുന്നേ. കൂടെ നിന്നില്ലെങ്കിലും സാരമില്ല. വീണ്ടും അനഘയെ കരയിക്കാനും അവളുടെ ജീവിതം തകർക്കാനും നടക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഉണ്ടാവരുത്. എന്റെ സ്വന്തം അനിയനായിട്ട് തന്നെ ഞാൻ കണ്ടിട്ടുള്ളതും എപ്പോഴും കാണുന്നതും. അത് നീ മറക്കരുത്.
സന്ദീപുമായി ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ആതിര ജീവിതം അവസാനിപ്പിക്കണം. അത് എൻ്റെ തീരുമാനമായിരുന്നു. സന്ദീപും കൂടി തള്ളിക്കളഞ്ഞ സ്ഥിതിക്ക് ഇനി ഈ ജീവിതം കൊണ്ട് ഒരർത്ഥവുമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം ഇവിടെ അവസാനിപ്പിക്കുക. എന്നെ മനസ്സിലാക്കാത്ത ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിച്ചതുകൊണ്ട് ഞാൻ തന്നെ എനിക്ക് വിധിക്കുന്ന ശിക്ഷയായത്. മരണശിക്ഷ. ഏട്ടാ, സച്ചേട്ടാ, 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 സച്ചേട്ടാ. എന്താ സന്ദീപ്? എനിക്ക് ഏട്ടനോട് ഏട്ടത്തിയോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. നീ കയറുവാ. വേണ്ട എടുത്തി, ഏട്ട ഉറങ്ങുമല്ലേ? നീ പറയാനുള്ളതൊക്കെ പറയേ. എന്താ സന്ദീപേ? അനക്കയായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചപ്പോൾ മുതൽ എന്നെ വേട്ടയിടുന്ന ചിലതുണ്ട്. അതിലൊന്ന് ഏട്ടൻ്റെ ഏട്ടത്തിയുടെയും എന്നോടുള്ള സ്നേഹവും കരുതലോ. ഞാനിപ്പോൾ വന്നത് നിങ്ങൾ കണ്ട് മാപ്പ് പറയാനാണ്. എനിക്കറിയാം, എന്നെ ആതിരെ വിവാഹം കഴിപ്പിച്ചത് മുതൽ ഞങ്ങളെക്കാൾ സന്തോഷം നിങ്ങൾക്കായിരുന്നു എന്ന്. എൻ്റെ ഇഷ്ടം ഞാൻ തുറന്നു പറഞ്ഞപ്പോൾ നിങ്ങളതിനെ വിലക്കുന്നതിന് പകരം എൻ്റെ കൂടെ നിന്നു. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തന്നു. ഞാനും അതിനെ ഒരുമിച്ച് ജീവിക്കണമെന്ന് ഞങ്ങളെക്കാൾ ആഗ്രഹിച്ചതും നിങ്ങളാണെന്ന് എനിക്കറിയാം. എല്ലാം അറിയാവുന്ന നീയാണോ ഇപ്പൊ ഇതൊക്കെ ചെയ്യുന്നത്? എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചാലും ചിലത് നമ്മൾ നിർബന്ധിതമായി ചെയ്യേണ്ടി വരുമല്ലോ. നമ്മുടെ ഇഷ്ടങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് സമാധാനത്തിന് കൂടി ആവുമ്പോഴല്ലേ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമുള്ളൂ. അത് എന്നെക്കാൾ നന്നായി ഏട്ടനറിയാം. അതുകൊണ്ടല്ലേ ഏട്ടൻ സ്നേഹിച്ച പെണ്ണിനെ ഉപേക്ഷിക്കേണ്ടി വന്നതും ഏട്ടത്തിയെ സ്വീകരിക്കേണ്ടി വന്നതും. ഏട്ടൻ്റെ പലപ്പോഴുള്ള വർത്തമാനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണത്. അതെല്ലാം ഏട്ടൻ ചെയ്തത് നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയല്ലേ? അത് തന്നെ
ഇപ്പൊ ഞാനും ചെയ്യാൻ ശ്രമിക്കുന്നത്. തെറ്റാണ് നീ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ. കുടുംബത്തിന്റെ സന്തോഷത്തിനും അച്ഛന്റെ അടക്കമുള്ളവരുടെ സമാധാനത്തിനും വേണ്ടിയാ ഞാൻ അർച്ചനെ സ്വീകരിച്ചതെങ്കിലും ഞാൻ സ്നേഹിച്ച പെൺകുട്ടി ഇതുവരെ എന്നെ സ്നേഹിച്ചിട്ടില്ല, എന്നെ മനസ്സിലാക്കിയിട്ടില്ല. നിവർത്തികേടിൽ നിന്ന് ഞാൻ അർച്ചനെ വിവാഹം കഴിക്കുമ്പോഴും പ്രേമിച്ചു പോയതിന്റെ പശ്ചാത്താപത്തിൽ വെന്തുരുകിയപ്പോഴും കൂടുള്ളതിന്റെ വിലയും മഹത്വവും ഞാൻ തിരിച്ചറിഞ്ഞില്ല. നിന്റെ ജീവിതം ഈ ഏട്ടന്റെ ജീവിതവുമായി ധാരാളം വ്യത്യാസങ്ങളുണ്ട്. നീ സ്നേഹിക്കുകയും നിന്നെ സ്നേഹിക്കുകയും ഭാര്യയെ അംഗീകരിച്ച് താലികെട്ടിയ പെൺകുട്ടിയാണ് ആതിര. ആതിരെ പോലൊരു പെൺകുട്ടി അച്ഛനും അമ്മയും സഹോദരനും ഒന്നും അറിയാതെ നിന്നെ രഹസ്യമായി വിവാഹം കഴിക്കാനുള്ള ആർജവം കാണിച്ചുവെങ്കിൽ നീ എന്ന് ഓർത്തു നോക്ക്, അവക്ക് നിന്നോട് എന്തുമാത്രം സ്നേഹവും വിശ്വാസവും ഉള്ളതുകൊണ്ടായിരിക്കുമെന്ന്. അനിയത്തിയുടെ ജീവിതം കൺമുന്നിൽ തകരുന്നത് കണ്ടിട്ടും ഇവൾ ഇതുവരെ നിന്നെ കുറ്റം പറഞ്ഞോ ദേഷ്യം കാണിച്ചോ സംസാരിക്കുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല. കാരണം എന്താണെന്നറിയോ നിനക്ക്? ആതിരയെ പോലെ തന്നെ അർച്ചനയും നിന്നെ വിശ്വസിക്കുന്നുണ്ട്. നീ ഒരിക്കലും സ്വയം ഇങ്ങനൊരു തീരുമാനം എടുക്കില്ലെന്ന് നിന്റെ ഏട്ടനായ എന്നെക്കാളും ബോധ്യം നിന്റെ ഈ ഏട്ടത്തേക്കുണ്ട്. എനിക്കറിയാം, ഈ രാത്രി നീ ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നിന്റെ മനസ്സ് മുഴുവൻ കുറ്റബോധം നിറഞ്ഞിട്ടാണെന്ന്. ഇപ്പൊ 4-5 ദിവസം കൊണ്ടാ എനിക്ക് എന്റെ അനിയനെ മനസ്സിലാക്കാൻ പറ്റാതായി വന്നിരിക്കുന്നത്. അതിന്റെ കാരണം എന്റെ ഭാര്യ പറയുന്നതാണെങ്കിൽ നീ ചതിക്കുന്നത് ഞങ്ങളെ ആരെയല്ല, നിന്നോടൊപ്പം സന്തോഷമായി ജീവിക്കാൻ തയ്യാറെടുക്കുന്ന അനഘയെ കൂടിയാ. അനിയത്തിയുടെ നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് എല്ലായിടത്തും ഓടി നടന്ന് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്ന നമ്മുടെ അവന്തികടത്തി കൂടിയാ. ഏട്ടൻ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്നെ കൊണ്ടിപ്പോ ഇതേ നിവൃത്തിയുള്ളൂ. എന്നോട് കൂടുതലായി ഏട്ടനും ഏട്ടത്തി ഒന്നും ചോദിക്കരുത്. എനിക്ക് ഇനിയും പിടിച്ചു നിൽക്കാനാവില്ല. അങ്ങനെ വന്നാൽ നാളൊരു സമയം എല്ലാവരും ശപിക്കുന്ന ഒരു ജന്മമായി പോവേണ്ടത്. ഞാൻ കാരണം ഉണ്ടായ എല്ലാത്തിനും ഞാനിപ്പോ മാപ്പ് ചോദിക്കുക. മാപ്പെന്നൊരു വാക്കിൽ പഴയ സന്ദീപിനെ നിങ്ങളെല്ലാവരും മറക്കണം. ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ ഞാനിപ്പോ ഭയപ്പെടുന്നുണ്ട്. ഉള്ളിലുള്ള ചിലതെല്ലാം ഞാൻ പറഞ്ഞു പോകുമെന്നുള്ളൊരു ഭയം. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. എടുത്തി അതിനോട് പറഞ്ഞേക്കണം, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. അവളെ ഞാൻ ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെടുന്നുവെന്ന്, കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന്. സച്ചേട്ടൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ ഇതെല്ലാം സന്ദീപ് ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണെന്ന്? ഇല്ല, പക്ഷേ ഇപ്പൊ തൻ്റെ പ്രശ്നം തന്നെ എൻ്റെയും. ഇതെന്താണെന്നോ എങ്ങനെ ഇതിന് പരിഹാരം കാണണമെന്നോ അറിയില്ല. ഇങ്ങനൊരവസ്ഥ അവനുണ്ടായിട്ടും അത് പരിഹരിക്കാനും കൂടെ നിൽക്കാനാവാത്ത ഒരു കൂടപ്പിറപ്പായിപ്പോയി ഞാൻ. എനിക്കറിയാം എന്നെക്കാൾ വിഷമം തനിക്കാണെന്ന്. എൻ്റെ അനിയൻ കാരണം തൻ്റെയും ആതിരയുടെയൊക്കെ സമാധാനം പോയല്ലോടോ. ഒരു കാര്യത്തിന്റെ ആശങ്ക ബാക്കി നിൽക്കുന്നുണ്ട് സച്ചേട്ടാ. ആതിരെ ഞാൻ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുള്ളത്. ഇപ്പോ ഒരു കാര്യം ഞാൻ സച്ചേട്ടന് വാക്ക് തരാ, ഇതിന് പിന്നിൽ ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും. അത് സന്ദീപിന്റെ അനക്കയുടെ മുഹൂർത്ത സമയത്തിന് മുമ്പേ ആവണേന്നാ എന്റെ പ്രാർത്ഥന. മാഷേ, നാളെ നെല്ലിശ്ശേരിയിലേക്ക് പോകണ്ടേ? പോണം. സേതു എന്ന് പറഞ്ഞിട്ട് പോയതല്ലേ. നാളെ എത്തുമല്ലോ എന്ന് ഇന്നലെ കൂടി വിളിച്ച് ചോദിക്കുകയും ചെയ്തു. അപ്പൊ അനൂപിനെ കൂടെ കൊണ്ടുപോകണ്ടേ? അവനോട് മാഷൊന്ന് സംസാരിക്കേ. ഇതിപ്പോ സംസാരിക്കാൻ എന്തിരിക്കുന്നു? ഈ വീട്ടിലെ എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും, അനൂപേട്ടൻ ഉൾപ്പെടെ എല്ലാവരും. വരാതിരിക്കാനും മാത്രം ഇപ്പൊ എന്താ പ്രശ്നം? എന്താ പ്രശ്നം നിനക്കറിഞ്ഞൂടെ മീരെ? ഞാനൊരു കാര്യം പറഞ്ഞ അമ്മയ്ക്ക് വിഷമമൊന്നും തോന്നരുത്. അമ്മ ഇപ്പൊ പറഞ്ഞ പ്രശ്നം അമ്മയുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ.
ഇവിടെയും അവിടെയും അർച്ചന പോലും അത് മറന്നിട്ട് ഇപ്പൊ കുറെ നാളായി. അതുകൊണ്ട് ഞാൻ അച്ഛാ, മോളുടെ സ്കൂളിലൊന്ന് പോകണം. ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ടെന്ന് വിളിച്ച് പറഞ്ഞു. ഞാൻ ഇവളും കൂടെ ഒന്ന് പോയിട്ട് വരാം. അനൂപേ, നാളെയാണ് നെല്ലിശ്ശേരിയിലേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. നീയും വരണം ഞങ്ങളുടെ കൂടെ. ഞാനില്ല. വിവാഹത്തിൻ്റെ അന്ന് ഞാൻ മണ്ഡപത്തിലേക്ക് വരാം. അവിടെ വന്ന് സ്വന്തം പിടിച്ചു കിടക്കാനും ആ അവന്തിയുടെ പൊങ്ങച്ച വർത്താനം കേൾക്കാനും എനിക്ക് വയ്യ. കുറച്ച് പൊങ്ങച്ചും കേൾക്കണം. അനൂപേട്ടന് നിക്കക്കളി ഇല്ലാത്ത സമയത്ത് 9 ലക്ഷം രൂപ കൈ വെച്ച് തന്നത് അവന്തികയാ. അനൂപേട്ടൻ വരാതിരുന്ന അത് നാണക്കേടായി പോവും. അത് ശരിയാ മീര പറഞ്ഞത്. നാളെ നമ്മളെല്ലാവരും കൂടി നെല്ലിശ്ശേരിയിലേക്ക് ചെല്ലുമ്പോ അത് സേതുവിനും അവന്തികയ്ക്കും. ഞാൻ വരുന്നില്ല. നാളെ ഞാനില്ല. നാളെ എന്നല്ല, ഇനി ഒരിക്കലും ഞാൻ ആ വീട്ടിലേക്ക് പോവില്ല. നിങ്ങളെല്ലാരും പോയാൽ മതി. അതെന്താ, നിന്നെ ആരെങ്കിലും അവിടെ പിടിച്ച് തിന്നോ? ഞാൻ പറഞ്ഞത് തന്നെയാ മറ്റൊരു രീതിയിൽ ആതിര ഇപ്പോൾ പറഞ്ഞത്. നിങ്ങൾ എല്ലാരും ഇങ്ങനെയായാ ഞങ്ങൾ എന്ത് കള്ളത്തര അവിടെ ചെന്ന് പറയുന്നേ? സേതുവട്ടി ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയ കാര്യം ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞോളാം. എനിക്കും ആതിരയ്ക്കും മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെന്ന്. അനൂപേട്ടൻ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോകുന്നേ?